അപ്പോൾ വേണ്ടത്ര വിദ്യാഭ്യാസ സീഡികളൊന്നും മലയാളത്തിൽ ഇറങ്ങാത്തത് കാരണം ഞാൻ തന്നെ ഒരു കാര്യം ചെയ്തു. എൻ്റെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിൽ തത്സമയ റെക്കോർഡിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഉണ്ട്. ഒരു ടെക്നീഷ്യനെ കൊണ്ട് അത് കൊണ്ടുവന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യിച്ചു. അപ്പോൾ ടി വിയിൽ ഏത് ചാനലിലും വിദ്യാഭ്യാസ പരിപാടികൾ നടക്കുമ്പോൾ ഞാനത് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കും. വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. നന്നെങ്കിൽ കുട്ടികൾക്കുള്ള പ്രദർശനത്തിനായിട്ട് അത് CD ആയിട്ട് റൈറ്റ് ചെയ്യും. ഇത് വളരെ ഫലപ്രദമായിരുന്നു. എഡ്യൂക്കേഷൻ CDകളൊന്നും മലയാള ഭാഷയിൽ വാങ്ങാൻ കിട്ടാതിരുന്ന കാലത്ത് കൈരളി തുടങ്ങിയിട്ടുള്ള ചാനലുകളൊക്കെ വന്നിരുന്ന കുട്ടികളുടെ പരിപാടികളൊക്കെ റൈറ്റ് ചെയ്തിട്ട് CD ആക്കിയിട്ട് സ്കൂളിൽ കൊണ്ട് പ്രദർശിപ്പിച്ച് മാത്രമല്ല ടി വിയിലും റേഡിയോയിലൊക്കെ കേൾക്കുന്ന നല്ല ലളിതഗാനങ്ങൾ, അതുപോലെ തന്നെ കവിതകൾ, കഥകൾ, ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് കൊണ്ടുപോയി കാണിക്കുന്ന ഒരു ഹോബിയായിരുന്നു. മാത്രമല്ല ഒരുപാട് സ്കൂളുകൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ അവർക്കൊക്കെ ഇത്തരം CDകളൊക്കെ റൈറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. CDയുടെ വില ഈ ഹാർഡ്വെയറിൻ്റെ ഇതിലേക്ക് ചെറിയൊരു സംഖ്യ ഈടാക്കിക്കൊണ്ട് കൊടുക്കപ്പതുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്കൂളിൻ്റെ മൊത്തം കായിക വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല കുട്ടികളുടെ കലാസാഹിത്യ രംഗത്തിലും വളരെയധികം പുരോഗതി ദർശിച്ചൊരു കാലമായിരുന്നു. മാത്രമല്ല 2001 തന്നെ ഈ വായനശാല ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റത്തെ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ഈ ചുറ്റുപാടുള്ള സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് സ്കൂൾ കുട്ടികൾക്കായിട്ട് ഒരു വാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചു. അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാവരും കൂടി ഫണ്ട് എടുത്തുകൊണ്ട് ഒരു ചെറിയ സ്കൂൾ ബസ്, 20 സീറ്റുള്ള ഒരു സ്കൂൾ ബസ്, പുതിയ ബസ് വാങ്ങിച്ചു. അങ്ങനെ പോകാവുന്ന റോഡിൽ കൂടെ ഒക്കെ ഓടി തുടങ്ങിയിട്ട് ധാരാളം കുട്ടികൾ വന്ന് ചേരാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളുടെ എണ്ണം 1986 ഞാൻ ഹെഡ് മാസ്റ്ററായ ശേഷം 2007 റിട്ടയർ ചെയ്യുന്ന വരെയുള്ള 21 കൊല്ലവും കുട്ടികളുടെ എണ്ണം ഓരോ കൊല്ലം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ക്ലാസ് ഡിവിഷൻ 17 എന്നുള്ളത് 20 മാറി. അപ്പോൾ അങ്ങനെ അധ്യാപകരും കുട്ടികളൊക്കെ പരമാവധി എണ്ണം കൂടുതലുള്ള ഒരു കാലഘട്ടമായി. പിന്നെ സ്കൂൾ ബസ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് പുതിയ യൂണിഫോം, അതായത് പാരമ്പര്യമായിട്ട് ഒരേ കളറിലുള്ള ഷർട്ടും ഒരേ കളറിലുള്ള പാവാട ഉപയോഗിക്കുന്നതിന് പകരം നല്ല ഡിസൈനുള്ള ന്യൂ ജനറേഷൻ യൂണിഫോമൊക്കെ ആക്കി മാറ്റി. അങ്ങനെ അങ്ങപ്പാടെ സ്കൂളിൽ സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു പുരോഗതി 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി തന്നെ നമ്മുടെ സ്കൂളിന് കൈവരിക്കാൻ കഴിയും. എല്ലാ രംഗങ്ങളിലും മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാനും ഉപജില്ലാ തലത്തിലുള്ള മത്സരങ്ങളിൽ ഒരുപാട് ഒന്നാം സ്ഥാനക്കാരെ രൂപപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിരുന്നു, ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ 2007 ഞാൻ റിട്ടയർ ചെയ്യാൻ സമയമായപ്പോഴേക്ക് ഈ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച അപ്പർ പ്രൈമറി സ്കൂളായിട്ട് നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മൊമെൻറ്റം എറണാകുളത്ത് നിന്ന് അക്കാലത്ത് നമ്മുടെ സ്പീക്കറായിരുന്ന ഇപ്പോഴത്തെ പിന്നീട് മന്ത്രിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണനിൽ നിന്നാണ് എറണാകുളത്ത് വെച്ചിട്ട് ഏറ്റുവാങ്ങിയത്. ഇത് ഏർപ്പെടുത്തിയത് DC ബുക്സും കുഞ്ഞുണ്ണി മാസ്റ്റർ സ്മാരക സമിതിയും ചേർന്നിട്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ കുഞ്ഞുണ്ണി മാസ്റ്റർ സ്മാരക എൻഡോമെൻ്റ് നമ്മുടെ വിദ്യാലയത്തിനാണ് കിട്ടിയത്. ആദ്യകാലത്തൊക്കെ സ്കൂളിൽ വാർഷികം ആഘോഷിക്കുന്നത് ഏതെങ്കിലും അധ്യാപകർ പിരിയാനുണ്ടാകുമ്പോഴായിരുന്നു. അധ്യാപകർക്ക് യാത്രയയപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാർഷികം ആഘോഷിക്കും. വാർഷികാഘോഷത്തിന് യാത്രയപ്പിന് ശേഷം കലാപരിപാടികളും കുട്ടികളുടെ ഡാൻസ്, അധ്യാപകരുടെ നാടകത്തോടും ഒക്കെ കൂടിയിട്ടുള്ള പരിപാടിയോട് കൂടിയിട്ടുള്ള സ്കൂൾ വാർഷികം ഉണ്ടാവും. പക്ഷേ 86 ഞാൻ ഹെഡ് മാസ്റ്റർ ആയ ശേഷം വാർഷികാഘോഷം എല്ലാ കൊല്ലവും മുടക്കാതെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കൊല്ലവും വാർഷികാഘോഷിക്കും. അതിൽ കുട്ടികളുടെ കലാപരിപാടികളും ഓൾഡ് സ്റ്റുഡൻസിൻ്റെ പരിപാടികളും അധ്യാപകരും ഓൾഡ് സ്റ്റുഡൻസ് അടങ്ങുന്ന നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. ഈ വാർഷികത്തിൻ്റെ പ്രധാന ഉദ്ദേശം കുട്ടികളുടെ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു പ്രോത്സാഹനം നൽകുക, അതുപോലെ തന്നെ സ്കൂളിലുണ്ടാകുന്ന അതത് വർഷം ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ രക്ഷിതാക്കളെയൊക്കെ അറിയിക്കുക. മാത്രമല്ല രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം
നടത്തുക എന്നുള്ളതും കൂടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ വാർഷികാഘോഷങ്ങൾ എല്ലാ രക്ഷിതാക്കളും എത്തിച്ചേരാൻ വേണ്ടി ആരും മടി കൂടാതെ സ്കൂളിലെത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം സ്വീകരിച്ചിരുന്നു. അതായത് സ്കൂൾ വാർഷികങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെ തന്നെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യ രംഗത്തുള്ള സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരായിരുന്നു. നേരെ മറിച്ച് പാർട്ടി പ്രതീതികളായിട്ട് അല്ലെങ്കിൽ പ്രസിഡൻറ്റ്, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, MLA, MP അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞാൻ ഒഴിവാക്കിയിരുന്നു. കാരണം ഒന്നാമത് ഇത് എയ്ഡഡ് സ്കൂളാണ്. രണ്ടാമതായിട്ട് ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുക അല്ലെങ്കിൽ പ്രസംഗിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് പാർട്ടിയിലുള്ളവർ സ്കൂളിലേക്ക് അടുക്കില്ല, അവരതൊന്ന് ഒഴിവാകും. അപ്പോൾ ഓരോ കൊല്ലം മാറി മാറി പാർട്ടികളെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഇടവരുത്തേണ്ട എല്ലാവരെയും സപ്പോർട്ടായിക്കോട്ടെ, എല്ലാവരെയും സ്കൂളിൽ എത്തിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും ഈ 21 വർഷക്കാലം വാർഷികം ആഘോഷിക്കുമ്പോഴും രാഷ്ട്രീയ പ്രാധാന്യമുള്ള നേതാക്കന്മാരെ അല്ല പങ്കെടുപ്പിച്ചത്. ഉദ്ഘാടനത്തിനും പ്രാസംഗികന്മാരുമായിട്ട് ഒക്കെ സാംസ്കാരിക രംഗത്തുള്ള PED നമ്പൂതിരി, അതുപോലെ തന്നെ വൈശാഖൻ, മുണ്ടൂർ കൃഷ്ണൻകുട്ടി, മുണ്ടൂർ സേതുമാധവൻ അങ്ങനെയുള്ള വ്യക്തികളെ, സാംസ്കാരിക രംഗത്തുള്ള വ്യക്തികളെ ആണ് കൊണ്ടുവന്നത്. അങ്ങനെ പിൽക്കാലത്ത് മുല്ലനേഴി MT വാസുദേവൻ നായർ, മണ്ണൂർ രാജകുമാരനുണ്ടി മാഷ്, കുരുവിപ്പുഴ ശ്രീകുമാർ, ജയരാജ് വാര്യർ, സുമാർ അഴീക്കോട് ഇങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളെ കൂടി നമ്മുടെ സ്കൂളിൽ എത്തിക്കാനും നാട്ടുകാർക്ക് അവർ പറയുന്നത് കേൾക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ആൾക്കാരെ, കുഞ്ഞുണ്ണി മാസ്റ്ററേയും അതുപോലെ തന്നെ കവി ONV കുറുപ്പിനൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്വേഷിച്ചെങ്കിലും അക്കാലത്ത് അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കിട്ടാതെ പോയതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വൻപിച്ച പുരോഗതിയിലേക്ക് എടുത്തുചാട്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ 21ാം നൂറ്റാണ്ടിലെ ആദ്യ വർഷങ്ങൾ കടന്നുപോയത്. പിന്നീട് 2007 ഞാൻ ആ വിദ്യാലയത്തോട് യാത്ര പറയുകയും ചെയ്തു. ഏതായാലും ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ഒരധ്യാപകനായതിൽ, പ്രത്യേകിച്ചും സെൻട്രൽ UPയിലെ സഹാധ്യാപകനും പ്രധാന അധ്യാപകനുമായതിൽ ആ സ്കൂളിന് ഉത്തരോത്തരം നേട്ടങ്ങളുണ്ടാക്കി ജില്ലയിലെ മികച്ച വിദ്യാലയമാക്കി മാറ്റാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് അന്നും ഇന്നും. ഇന്നിവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന നിങ്ങളുടെ ഹെഡ്മാസ്റ്റർ ശ്രീ ഹരിദാസ് ചുരുക്കം സമയം മാത്രമെടുത്ത് ഈ വിദ്യാലയത്തിൻ്റെ സവിശേഷതകൾ എന്നെ വളരെ സ്പഷ്ടമായി ധരിപ്പിക്കുകയുണ്ടായി. അതിലൊരു വിജയമുദ്രയാണ് ഈ മേശപ്പുറത്ത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇതൊരു ഉത്തമ വിദ്യാലയമാണ് എന്നുള്ള ഒരു പ്രശസ്തി പത്രമാണ്. ആ ഉത്തമ വിദ്യാലയമെന്ന് തീരുമാനിക്കപ്പെട്ടത് ഇവിടുത്തെ പരീക്ഷയിലുള്ള റിസൾട്ടോ മറ്റോ മാത്രം വെച്ചുകൊണ്ടല്ല. ഒരു വിദ്യാലയത്തിന് അറിവിൻ്റെ വിശാലതയിലേക്ക് പരന്നു പോകേണ്ട ഒരു കടമയുണ്ട്. അതായത് വിദ്യാലയം പഠിപ്പിക്കാനുള്ള ഒരു സിലബസും അത് പഠിച്ചു കഴിഞ്ഞോ എന്ന് പരിശോധിക്കാനുള്ള ഒരു പരീക്ഷയും മാത്രമായിട്ടുള്ള ഒരു ഗുസ്തിയായിട്ട് കലാശിക്കരുതെന്നാണ് വിദ്യാഭ്യാസത്തെപ്പറ്റി വളരെ ചിന്തിച്ചവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി, പഠിക്കുന്നതിനപ്പുറത്ത് അറിവിൻ്റെ ലോകമുണ്ട് എന്ന് കുട്ടികളെ ധരിപ്പിക്കലാണ്.